ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നിങ്ങളുടെ 10ാമത്തെ ചാപ്റ്ററാണ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ? നമ്മളെല്ലാവരും ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ പല സ്ഥലങ്ങളിൽ ആയിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡാറ്റ ട്രാൻസ്മിഷൻ യൂസിങ് ലൈറ്റ് പൾസസ് ട്രാവലിംഗ് along fiber which is usually made of plastic or glass. അതായത് യൂഷ്വലി ഒരു ലോങ് ഫൈബറിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് പൾസസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി. ഫൈബറിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, ഏറ്റവും വലിയ എന്താ പറയുക, നമ്മൾ പറയുന്ന അതിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് ആണ് യു ക്യാൻ ആക്ച്വലി ട്രാൻസ്മിറ്റ് ലൈറ്റ് പൾസസ് ത്രൂ ദി ഫൈബർ എന്നുള്ളത്. ഇത് ആദ്യമായി കണ്ടെത്തുന്നത് 1870 ജോൺ ടിൻഡാൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. എന്താ പറയുക, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ലൈറ്റ് വേവ് ഗൈഡായിട്ട് എന്താ ചെയ്യുക, നമുക്ക് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നുള്ള കണ്ടെത്തിയത് 1870 ജോൺ ടിൻഡാലാണ്. അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താ പറയുക പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് കണ്ടത്. നമ്മളിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. എന്താ പറയുക, ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ്. ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന്, നോർമലി ഇൻ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് സിഗ്നൽസ് ആണ്. അപ്പോൾ ലൈറ്റ് സിഗ്നൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, എന്താണ് നമുക്ക് കിട്ടുന്നത്, ലൈറ്റ് സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 10⁻13 to 10⁻16 ഹെർട്സ് ആണ്. അത്രയും എന്താ പറയുക ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ലൈറ്റ് വേവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറലി ഒരു നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന RF വേവ്സ് ആണ്. റേഡിയോ ഫ്രീക്വൻസി വേവ് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10⁻9 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഒരു RFൻ്റെ കേസിൽ RF ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 10⁻9 ഹെർട്സ്. പക്ഷേ നമ്മളുടെ ലൈറ്റ്, അതായത് ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10⁻13 to 10⁻16 ഹെർട്സ് ആണ്. എന്താ പറയുക, ഓൾമോസ്റ്റ് എന്താ ചെയ്യുക, ഒരു 10⁻6 ടൈംസ് ഗ്രേറ്റർ കപ്പാസിറ്റി എന്തായിരിക്കും ഈ ഒരു ലൈറ്റ് വേവ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് നോർമലി നമ്മൾ RF വേവ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും 10⁻6 ടൈംസ് കപ്പാസിറ്റിയിൽ നമുക്ക് ലൈറ്റ് വേവ്സ്, ഹയർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വേവ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷനാണ് ആയിട്ട് പറയുന്നത്. ഇതിനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരുന്ന സ്ലൈഡുകളിൽ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഫൈബർ ഒപ്റ്റിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റിനെ കടത്തിവിടുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളത്, നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പം എന്താ, നമ്മളുടെ ഒരു ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻസിഡൻറ്റ് റേ നമ്മളെന്തൊരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു റെയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിക്കും, അപ്പോൾ നമ്മൾ ഈ പറയുന്ന റേ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്രാക്ഷൻ, അല്ലേ, ഇറ്റ് വിൽ അണ്ടർഗോ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും, അല്ലേ. ലൈറ്റ് എന്ത് ചെയ്യും, അണ്ടർഗോ എ റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും, സിൻസ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ദ ലൈറ്റ് റേ bent away from the normal. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. അപ്പോൾ എന്ത് സംഭവിക്കും, ദ ലൈറ്റ് റേ വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമലിൽ നിന്നും അവേ ഫ്രം ദ നോർമൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, θr എന്ന് പറയുന്നത്, അതായത് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഇൻസിഡൻറ്റ് ആംഗിൾ. അപ്പോൾ θi എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ആംഗിളും
തീറ്റ ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് ആംഗിളുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീറ്റ ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ ഐ. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലോട്ട് റേ പോകുമ്പോൾ ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഐ ആൻഡ് റിഫ്രാക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആർ. അങ്ങനെയാണെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം തീറ്റ ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ ഐ. ഇത് മനസ്സിലായല്ലോ? അതായത് റയറർ മീഡിയത്തിൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിൽ പോകുമ്പോൾ ലൈറ്റ് റേ വിൽ bend away from the normal so that we get theta r greater than theta i. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റ ഐയെ പതുക്കനെ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റ ഐയെ പതുക്കനെ ഇൻക്രീസ് ചെയ്യുന്നു. എന്തുപയോഗിക്കും? തീറ്റ ആറും അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തീറ്റ ഐയെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് തീറ്റ ആറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അറ്റ് പെർട്ടിക്കുലർ തീറ്റ ഐ എന്ത് ചെയ്യും? ദ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗ്രേസ് അലോങ് ദ സർഫസ് പെർപെൻഡിക്കുലർ ടു ദ മീഡിയം. അതാണ് നമ്മളുടെ പിക്ചറിലൂടെ കാണിച്ചത്. തീറ്റ ഒരു പെർട്ടിക്കുലർ തീറ്റയിൽ എന്ത് ചെയ്യും? റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ത് ചെയ്യും? ഇങ്ങനെ തീറ്റ ഐയേക്കാൾ കൂടുതലായിരിക്കുമല്ലോ തീറ്റ ആർ കൂടി ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ദ റേ വിൽ ബി ഗ്രേസിങ് ത്രൂ ദ സർഫസിലൂടെ കടന്നു പോകുന്ന റിഫ്രാക്ട് ചെയ്തിട്ട് റിഫ്രാക്ഷൻ ആംഗിൾ എന്ത് ചെയ്യും? തീറ്റ ഐയേക്കാൾ വലിയൊരു ആംഗിൾ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ആംഗിളിൽ എന്ത് ചെയ്യും? അതിൻ്റെ റേ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പാരലൽ ടു ദ സർഫസ്. ആ ഇൻ്റർഫേസിന് പാരലായിട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീറ്റ ആർ ഈക്വൽ ടു 90 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ തീറ്റ ഐ ദ പെർട്ടിക്കുലർ തീറ്റ ഐ ദ റിഫ്രാക്റ്റഡ് ആംഗിൾ തീറ്റ ആർ ഈക്വൽ ടു 90 ആവുന്ന ഒരു കേസിന് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിളിനെ നമ്മൾ പറയുന്നു തീറ്റ സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ തീറ്റ ആർ വിൽ ബി ഈക്വൽ ടു 90 അല്ലെങ്കിൽ റേ വിൽ ഗ്രേസ് ത്രൂ ദ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് തീറ്റ സി. തീറ്റ സി ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ വേർ റിഫ്രാക്റ്റഡ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന കേസിലുള്ള ആംഗിളിനെ ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ആംഗിളിനെ വീണ്ടും തീറ്റ ഐ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ സി ആക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താകും? ദ റേ വിൽ നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. ഇനി റിഫ്രാക്ട് ചെയ്ത് പോകാൻ അത് മീഡിയം ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ അണ്ടർഗോ എ റിഫ്ലക്ഷൻ ബാക്ക് ടു ദ ഡെൻസർ മീഡിയം. ദ റേ വിൽ അണ്ടർഗോ എ റിഫ്ലക്ഷൻ ബാക്ക് ടു ദ ഡെൻസർ മീഡിയം അറ്റ് ആൻ ആംഗിൾ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? തീറ്റ ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ സി ആകുമ്പോൾ the ray will reflect back to the denser medium. ഡെൻസർ മീഡിയത്തിലൂടെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് when the theta I is greater than theta c the ray will undergo reflection back to the denser medium. അപ്പോൾ എന്താ പറയുക? നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ഒരു പ്രിൻസിപ്പിളാണ്, ഈ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഒപ്റ്റിക് ഫൈബറിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് തന്നെ ആണ് നമ്മൾ കണ്ടീഷൻ ഫോർ ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. തിരിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തില്ല ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് കിട്ടില്ല. അപ്പോൾ റേ മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ ടു റയറർ മീഡിയം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദ ഇൻസിഡൻറ്റ് ആംഗിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അത് നമ്മളിവിടെ കണ്ടു. ക്രിട്ടിക്കൽ ആംഗിൾ താഴത്താണെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്രാക്ഷൻ അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് വിൽ ഗ്രേസ് ത്രൂ ദ സർഫസ്. ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ദെൻ ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ രണ്ട് കണ്ടീഷൻസ് ആണ്. ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം. രണ്ടാമത്തേത് ഇൻസിഡൻറ്റ് റേ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഒപ്റ്റിക് ഫൈബർ എടുക്കാം. ഒപ്റ്റിക് ഫൈബറിൻ്റെ ജോമെട്രി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിന് മെയിനായിട്ട് 3 പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് കോർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ടായിരുന്നു. അത് ഇറ്റ് ഈസ് ജനറലി മെയ്ഡ് ഓഫ് ഗ്ലാസ് ആണ്. രണ്ടാമത് എന്ത് ചെയ്യും? നമുക്ക് ക്ലാഡിങ് എന്നൊരു പോർഷൻ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുക? കോറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ
പോർഷൻ ഉണ്ടായിരിക്കും. അതും ജനറലി ഗ്ലാസ് ആയിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡെൻസർ കോറിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതായിരിക്കണം ക്ലാഡിങ്. എന്നാലേ നമുക്ക് കോറിൻ്റെ അകത്ത് എന്ത് ചെയ്യുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കോറിൻ്റെ അകത്ത് എന്തായിരിക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലും ക്ലാഡിങ്ങിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറയാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിനെ എന്ത് ചെയ്യും, ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒന്ന് ഡോപ്പ് ചെയ്യും. അപ്പോൾ സോ ദാറ്റ് ദ ക്ലാഡിങ് ഹാസ് എ ലെസ്സർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ പുറത്ത് എന്ത് ചെയ്യും, നമുക്കൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അത് ജനറലി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്തായിരിക്കണം, ദ കണ്ടീഷൻ ഷുഡ് ബി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ്. സോ ദാറ്റ് കോർ ഈസ് ഡെൻസർ മീഡിയം, ക്ലാഡിംഗ് എന്ന് പറയുന്നത് റയറർ മീഡിയം. സോ ദാറ്റ് വി ഗെറ്റ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഒരു ലൈറ്റ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ഒരു ജസ്റ്റ് നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ്. വി ഹാവ് എ കോർ ആൻഡ് വി ഹാവ് എ ക്ലാഡിംഗ്. വി ഹാവ് എ കോർ ആൻഡ് ക്ലാഡിംഗ്. അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് വന്നിട്ട് ഒരു റെഡ് കളറിലുള്ള ലൈറ്റാണ് വിചാരിക്കുക. ലൈറ്റ് എന്ത് ചെയ്യുന്നു, നേരെ വന്നിട്ട് കോറിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ ഇൻസിഡൻറ്റിങ് അറ്റ് ദ ഇൻ്റർഫേസ്, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലാഡിങ്ങിനേക്കാളും വലുതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും, തീറ്റ ഐ എന്ന് പറയുന്നത്. സപ്പോസ് ആ തീറ്റ ഐ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ സി. എന്താണ് തീറ്റ ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ ഒരു ആംഗിൾ ആവുന്ന സിറ്റുവേഷനിൽ എന്ത് ഉപയോഗിക്കും, ദ റേ വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ദ റേ വിൽ റിഫ്ലക്ട് ബാക്ക് ഇൻ ടു ദ കോറിലോട്ട് തന്നെ എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്നൊരു റേ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നു, അത് ഒരു ജംഗ്ഷനിൽ, കോർ ക്ലാഡിംഗ് ജംഗ്ഷനിൽ എന്ത് ഇൻ്റർഫേസിൽ റിഫ്ലക്റ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, സിൻസ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഇസ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, അവിടെ നിന്ന് ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈ ആംഗിൾ തീറ്റ ഐ എന്ന് പറയുന്ന ഈ ആംഗിളും ഇവിടെ കിട്ടുന്ന തീറ്റ ഐ എന്ന് പറയുന്ന ആംഗിളും സെയിം ആയിരിക്കില്ല. നമുക്ക് അത് ജോമെട്രി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ഇവിടെ കിട്ടുന്ന ആംഗിളും തീറ്റ ഐ. അപ്പം ഇതും ദിസ് ആംഗിൾ തീറ്റ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻ്റർഫേസിലും ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് റേ വീണ്ടും ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ദ ലൈറ്റ് റേ വിൽ ട്രാവൽ വിത്തിൻ ദ കോറിൻ്റെ അകത്ത് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ ട്രാവൽ ചെയ്യും. സോ ഇറ്റ് വിൽ അണ്ടർഗോ മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ട്രാവൽ ത്രൂ ദ കോർ. ഇത്രയാണ് എന്താ പറയുക, നമുക്കൊരു പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ, വളരെ സിമ്പിളാണ്. ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അറ്റ് ഓൾ ദ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് ആൻഡ് ഇറ്റ് വിൽ ബി ഗൈഡഡ് ത്രൂ ദ കോർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ് സ്ട്രക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ത് ചെയ്യുക, ഒരു കോറുണ്ട്. കോർ എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ കോർ എന്ന് പറയുന്നത്. ജനറലി എന്ത് ചെയ്യും, അത് ഗ്ലാസ് ഓർ ഫൈബർ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ആ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ വിൽ ബി ഹയർ. സോ ഇറ്റ് വിൽ ഹാവ് എ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ടു പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് കണ്ടപ്പോൾ ലൈറ്റ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു എന്ത്, ലൈറ്റ് വിൽ പ്രൊപ്പഗേറ്റ് ത്രൂ ദ കോറിനകത്തുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ റീജിയന് പുറത്തുള്ളതിനെ നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് സറൗണ്ട്സ് ദ കോറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അതും ജനറലി എന്ത് ചെയ്യും, ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. ബട്ട് ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ലെസ്സർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, സ്മോളർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ ദ കോർ ആയിരിക്കും. ആൻഡ് ക്ലാഡിംഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അല്ലേ, ഈ ക്ലാഡിങ്ങിന് ലെസ്സർ റയറർ മീഡിയം ആയതുകൊണ്ടാണ് വി ആർ ഗെറ്റിംഗ് എ എന്താ പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അറ്റ് കോർ ക്ലാഡിംഗ് ഇന്റർഫേസ്. So this is cladding is the reason for the total internal reflection and it is helps in propagating the light. അല്ലേ, മൂന്നാമത്തെ എന്താണ്, നമ്മൾ ഷീത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ഔട്ടർ മോസ്റ്റ് പുറത്തുള്ള ഒരു ജാക്കറ്റിനാണ് നമ്മൾ ഷീത്ത് എന്ന് പറയുന്നത്.
ജനറലി എന്ത് ചെയ്യും ഒരു ഒപ്പാക് സർഫസ് ആയിരിക്കും. കാരണം പുറത്തുനിന്നുള്ള ലൈറ്റുകളും അകത്തോട്ട് കയറാതിരിക്കാനും ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ആ ഷീറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരു കളേർഡ് പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴേക്കും ഒരു പ്ലാസ്റ്റിക് വയർ പോലെ നമുക്ക് തോന്നുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് കവേർഡ് വിത്ത് എന്ത് ചെയ്യുക ഷീറ്റ്, ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് എ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഇറ്റ് വിൽ പ്രൊവൈഡ് എ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ ഫൈബർ. പിന്നെ എന്ത് ചെയ്യും, ഫിസിക്കൽ ഡാമേജിൽ നിന്നൊക്കെ അത് മെക്കാനിക് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഫിസിക്കൽ ഡാമേജിൽ നിന്നൊക്കെ അതിനെ രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് നോക്കാം. എത്രയായിരിക്കും ഡയമെൻഷൻ? കോർ എന്ന് പറയുന്ന ഇതിന് ഓൾമോസ്റ്റ് 50 മൈക്രോമീറ്റർ ഒക്കെ സൈസാണ്. ഇത് വളരെ എന്താ പറയുക ജനറൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓൾസോ, ബട്ട് ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു 50 മൈക്രോമീറ്റർ ഒക്കെ എന്ത് ചെയ്യും തിക്നെസ് ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ കോർ പോർഷൻ. ക്ലാഡിങ് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ, എന്ത് ചെയ്യും ഒരു 125 മൈക്രോമീറ്റർ ഒക്കെ തിക്നെസ് ഉണ്ടായിരിക്കും. ആൻഡ് ഷീറ്റ് വിൽ ഹാവ് എ 150 മൈക്രോമീറ്റർ. മൊത്തം ഡയമീറ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0.15 mm അല്ലെങ്കിൽ 150 മൈക്രോമീറ്റർ ഒക്കെയാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന് ഉണ്ടാകുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് ലെങ്ത്, വെരി ലോങ് ലെങ്ത് ഉണ്ടാകാം. ഈവൻ 1 കിലോമീറ്റർ വരെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം എന്ത് ഓർഡിനറി ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ബ്രിട്ടിലായിട്ടുള്ളതാണ്. വി കാൺ ബെൻഡിറ്റല്ല, നമുക്ക് എന്ത് ചെയ്യാം ഒരിക്കലും അതിനെ ബെൻഡ് ചെയ്യാനോ സ്ട്രെച്ച് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കുന്ന ടഫൻഡ് ഗ്ലാസ്സുകളാണ്. അത് ദേ ആർ വെരി സ്ട്രോങ്, ദേ ആർ ഈസിലി ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി ബെൻഡ് അല്ലേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ ലോങ് ഡിസ്റ്റൻസിൽ ലൈറ്റിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യും അതിനെ ഒരുപാട് സ്ഥലത്ത് ബെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കണം, ബട്ട് ഈസിലി ഫ്ലെക്സിബിൾ ആയിരിക്കണം, ബെൻഡ് ചെയ്യാനും എളുപ്പമായിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക് ഫൈബറായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. ഗ്ലാസ് കോർ, ഗ്ലാസ് ക്ലാഡിംഗ് എന്ന് പറയുന്ന ഗ്ലാസിൻ്റെ കോറും ഗ്ലാസിൻ്റെ ക്ലാഡിങ്ങുമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഗ്ലാസ് കോർ, ഗ്ലാസ് ക്ലാഡിംഗ് ഫൈബേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യും ഗ്ലാസിൻ്റെ കോറും പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുമുള്ള ഇതിനെ നമ്മൾ ഗ്ലാസ് കോർ, പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്ലാസ്റ്റിക് കോറും പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുമുള്ള ഒപ്റ്റിക്കൽ ഫൈബറും അവൈലബിൾ ആണ്. ഇനി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ നമ്മളെ ഫൈബർ ഒപ്റ്റിക്സ് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മാക്സിമം ആംഗിൾ with the axis of the core so that all the rays which are incident within this angle will be accepted and propagated through the fiber by multiple total internal reflection. എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു, നമ്മളുടെ ഇപ്പോൾ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മളൊരു റേ എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന വിചാരിക്കും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഈസിലി പാസ് ത്രൂ ദ കോർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും സ്ലൈറ്റ്ലി എന്ത് ചെയ്യുക ഒരു ആംഗിളിലാണ് നമ്മളുടെ ലൈറ്റ് പോകുന്നത് വിചാരിക്കുക. ദെൻ ഇറ്റ് വിൽ അണ്ടർഗോ എന്ത് ചെയ്യുക ഇവിടെ എത്തുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിളാണ് നമ്മൾ. ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ഓൺലി ഇഫ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ അറ്റ് ദിസ് കോർ ക്ലാഡിംഗ് ജംഗ്ഷൻ ഈസ് എന്ത് പറയുന്നു കോർ ക്ലാഡിംഗ് ജംഗ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിളിൽ അന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ഒരു തീറ്റ എ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് സപ്പോസ് ഇറ്റ് ഈസ് ഇൻസൈഡിങ് ഓൺ ദ എന്ത് ചെയ്യുക ഫൈബറിലോട്ട് വരുന്നത്. അങ്ങനെ ഫൈബറിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ആംഗിളിൽ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ എത്തുമ്പോൾ അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നത് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ദ മാക്സിമം ആംഗിൾ വിച്ച് ക്യാൻ ബി എന്താ പറയുക ദ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ദ മാക്സിമം ആംഗിൾ എത്രയാണോ സോ ദാറ്റ് ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, ആ ആംഗിളിനാണ് നമ്മൾ എന്താ പറയുന്നത് അക്സെപ്റ്റൻസ് ആംഗിൾ. 0 ആണെന്ന് വിചാരിച്ചാൽ എന്തായാലും അതിലൂടെ കടന്നു പോകും. നമ്മൾ സ്ലൈറ്റ്ലി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ഇവിടെ ഒരു സ്ലൈറ്റ്ലി ഒരു 1 ഡിഗ്രി കൊടുക്കാൻ കഴിയും. ആ ലൈറ്റ് പോകുമ്പോൾ ഇവിടെ വളരെ വലിയൊരു ആംഗിളായിരിക്കും ഈ ജംഗ്ഷനിൽ വന്ന് വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും ഷുവർലി. അപ്പോൾ എന്ത് ചെയ്യും അത് അണ്ടർഗോ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ തീറ്റായി അങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള ഇൻസിഡൻറ്റ് ആംഗിൾ എന്ത് ചെയ്യും കുറഞ്ഞു വരും. നമ്മൾ പെർട്ടിക്കുലർ ആംഗിൾ എന്ത് ചെയ്യും ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഫ്രം പെർട്ടിക്കുലർ ആംഗിൾ എന്ത് ചെയ്യും ഇറ്റ് വിൽ ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അതിന് ശേഷമുള്ള ഇതിന് ശേഷമുള്ള ഇപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആണ് മാക്സിമം ആംഗിൾ. ഇതിനൊക്കെ നമ്മൾ വലിയൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും
ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇൻസിഡൻറ്റ് ആംഗിൾ വളരെ ചെറുതാകുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ആംഗിൾ ഓഫ് തീറ്റയെ അക്സെപ്റ്റ് എന്താ പറയുക, മാക്സിമം ആംഗിൾ ഓഫ് തീറ്റയെ പോസിബിൾ സോ ദാറ്റ് ഇറ്റ് വിൽ അണ്ടർഗോ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ അതായത് നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ആംഗിളിനാണ് നമ്മൾ എന്താ പറയുന്നത്, അക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. ഈ ഒരു കോണ് അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു 3 ഡയമെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് എ കോൺ ലൈക്ക് ദിസ് അല്ലേ. ഈ ഒരു സിംഗിൾ ഇതിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിലും ആ ത്രൂ ഔട്ട് ആ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, ഇറ്റ് വിൽ മേക്ക് എ ആംഗിൾ കോൺ അല്ലേ. ഇതിനാണ് നമ്മൾ പറയുന്നത് അക്സെപ്റ്റൻസ് കോൺ. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് കോണിൻ്റെ അകത്ത് വരുന്ന ഏതൊരു റേയും എന്ത് ചെയ്യും, ഇതിലൂടെ എന്ത് ചെയ്യും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമായിട്ട് ഇതിലൂടെ ഗൈഡഡ് ആയിട്ട് പോകും. അപ്പം അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, അക്സെപ്റ്റൻസ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അക്സെപ്റ്റൻസ് ആംഗിൾ നമ്മൾ തീറ്റ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ സൈൻ ഓഫ് ദ തീറ്റ എ എന്നുള്ളത് √n1 മൈനസ് n2 n1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആണ്, n2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോർ ദ ടൈമിംഗ് നമ്മൾ പറയുന്നു സൈൻ തീറ്റ എ ഈക്വൽ ടു √n1² മൈനസ് n2². ഇനി അടുത്തൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന പാരാമീറ്ററാണ്. ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്തായിരിക്കും? ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ അക്സെപ്റ്റൻസ് ആംഗിൾ. നമ്മൾ നേരത്തെ കണ്ട എന്താ പറയുക, സൈൻ തീറ്റ എ എന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യില്ല. ആ സൈൻ തീറ്റ എ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആംഗിളാണ്. ദ സൈൻ ഓഫ് ദ അക്സെപ്റ്റൻസ് ആംഗിളിനാണ് നമ്മൾ എന്താ പറയുന്നത്, ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു, ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു √n1² മൈനസ് n2². ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ അക്സെപ്റ്റൻസ് ആംഗിൾ. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ, കോണ്ടാക്ട് ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫൈബർ തന്നിട്ട് അതിൻ്റെ അക്സെപ്റ്റൻസ് ആംഗിൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, നമുക്കതിൻ്റെ ജസ്റ്റ് വാട്ട് ഈസ് ദ അക്സെപ്റ്റൻസ് മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ സൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ അല്ലേ. വാല്യൂസ് ജനറലി റേഞ്ചസ് ഫ്രം 0.13 to 0.5 എന്നുള്ളതാണ്. ഇറ്റ്സ് വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0.13 to 0.5 എന്നുള്ളതാണ്. ഇഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ലാർജർ ദ ഫൈബർ ക്യാൻ അക്സെപ്റ്റ് മോർ ലൈറ്റ് അല്ലെ. മോർ ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്ന ആംഗിൾ കൂടിക്കൂടി സൈൻ തീറ്റയെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് വിൽ ഗെറ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ മോർ. സോ ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ആംഗിൾ ഈസ് ഹൈ ദെൻ ദ ഫൈബർ ക്യാൻ അക്സെപ്റ്റ് മോർ ലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതാണ് നമ്മളുടെ ഒരു ഫൈബർ. ഓക്കെ, ഫൈബർ വി ഹാവ് n1 എന്ന് പറയുന്നത് കോറുണ്ട്, അതുപോലെ തന്നെ n2 എന്ന് പറയുന്ന ക്ലാഡിംഗ് ഉണ്ട്. അപ്പോൾ കോറിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. കോറിൻ്റെ സെൻറ്ററിലൂടെ വരച്ച ലൈനാണ് നമ്മൾ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്, ആക്സിസ് ഓഫ് ദി എന്താ പറയുക ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേ AB എന്ന് പറയുന്ന ഒരു റേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പം ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അറ്റ് അക്സെപ്റ്റൻസ് ആംഗിൾ മാക്സിമം ആംഗിളാണ് തീറ്റയെ. സോ ദാറ്റ് എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ അത് കറക്റ്റ് ക്രിട്ടിക്കൽ ആംഗിളിലായിരിക്കും പതിക്കുന്നുണ്ടാവുന്നത്. അതായത് ലൈറ്റ് വരുന്നു, ഇവിടുന്ന് ഒരു റിഫ്രാക്ഷൻ വരും, അല്ല ഇവിടെ ഒരു ബൗണ്ടറി ആണല്ലോ അല്ലേ, ഇവിടെ ബൗണ്ടറിയിൽ എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് അത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ വരുമ്പോൾ അവിടെ എത്തുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇൻസിഡൻറ്റ് ആംഗിൾ, അത് കറക്റ്റ് തീറ്റ സി ആവുന്ന വാല്യൂവിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇവിടുത്തെ തീറ്റ ഇ എന്ന് പറയുന്നത്. അതായത് അക്സെപ്റ്റൻസ് ആംഗിൾ അല്ല, മാക്സിമം ആംഗിൾ. ഇതിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഏത് വാല്യൂവിൽ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോഴേക്കും തീറ്റ സിയിലും വലിയൊരു ആംഗിൾ വന്ന് പതിച്ചിട്ട് ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് വരുന്നു, ഇവിടെ ജസ്റ്റ് നമ്മൾ അറ്റ് തീറ്റ എ, അതായത് നമ്മളുടെ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ വാല്യൂവിൽ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നു തീറ്റ എയിൽ. സോ അറ്റ് ബിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്നെൽസിനോ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. സ്നെൽസിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സൈൻ തീറ്റ എ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആർ. അതായത് തീറ്റ എ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ, തീറ്റ ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ് അല്ലേ ഈ കേസിൽ. ആൻഡ് വി ഹാവ് എ
പുറത്തുണ്ടാകുമ്പോൾ നമുക്ക് എയർ ആണ്, എയർ N0 എന്ന് പറയാം, നമുക്ക് കോറിൻ്റെത് N1 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എ ബൈ സൈൻ തീറ്റ ആർ ഈക്വൽ ടു N1 ബൈ N0 എന്നുള്ള ഇക്വേഷൻ കിട്ടും നമുക്കല്ലേ. ഇവിടുന്ന് തീറ്റ എ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ആംഗിളാണ്, തീറ്റ ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് ആംഗിളാണ്, N0 എന്ന് പറയുന്നത് എന്താ പറയുക ഇൻസിഡൻറ്റ് സൈഡിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പിന്നെ റിഫ്രാക്റ്റഡ് സൈഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N1 കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്നെൽസ് ലോ ഉപയോഗിക്കുമ്പോൾ സൈൻ തീറ്റ എ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആർ ഈക്വൽ ടു N1 ഡിവൈഡഡ് ബൈ N0 എന്നുള്ളത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ളത് N1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോറാണ് നമ്മൾ കണ്ടു. N0 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഔട്ട്സൈഡ് മീഡിയം. ജനറലി നമ്മൾ എയറിൽ നിന്നാണ് ലൈറ്റ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, N0 ഈക്വൽ ടു 1 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. N0 ഈക്വൽ ടു 1 എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ N0 എന്ന് പറയുന്നത് 1 ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ എ എന്ന് പറയുന്നത് N1 സൈൻ തീറ്റ ആർ ആവും അല്ലേ. ഇതിനെ 1 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ N0 ഈക്വൽ ടു 1 എന്ന് എടുത്താൽ സൈൻ തീറ്റ എ ഈക്വൽ ടു ഇതിന് N1 ടൈംസ് സൈൻ തീറ്റ ആർ ആയി മാറും അല്ലേ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, NA ഈക്വൽ ടു N1 സൈൻ തീറ്റ ആർ എന്നത്. NA ഈക്വൽ ടു N1 സൈൻ തീറ്റ ആർ. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ബൗണ്ടറി നോക്കാം. അടുത്ത ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, സൈൻ NA ഈസ് ഈക്വൽ ടു N1 സൈൻ തീറ്റ ആർ എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സി എന്ന് പറയുന്ന അറ്റ് സിയിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ ആംഗിളാണ് അത് പതിക്കുന്നത്. ആൻഡ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു 90. അങ്ങനെ നമ്മൾ അഗെയിൻ ബൈ സ്നെൽസ് ലോ എന്ത് കിട്ടും, സൈൻ തീറ്റ സി ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു N2 ബൈ N1. N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ആണ്. N1 നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇറ്റ്സ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ബേസിക് ആയിട്ട് ട്രിഗണോമെട്രി ഇക്വേഷൻ ഉപയോഗിക്കുന്നു. എന്ത്, സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ അല്ലേ. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേറൊരു ഇതെന്താണ്, നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും, തീറ്റ ആർ പ്ലസ് തീറ്റ സി അല്ലെങ്കിൽ തീറ്റ സി പ്ലസ് തീറ്റ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 90 ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അടുത്തൊരു കണ്ടീഷൻ, തീറ്റ ആർ പ്ലസ് തീറ്റ സി ഈക്വൽ ടു 90 അല്ലേ. തീറ്റ ആർ പ്ലസ് തീറ്റ സി ഈക്വൽ ടു 90. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടും 90 മൈനസ് തീറ്റ സി എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ സി എന്ന് പറയുന്നത് വി ഗെറ്റ് ഈക്വൽ ടു തീറ്റ ആർ അല്ല. 90 മൈനസ് തീറ്റ സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, തീറ്റ ആർ എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സൈൻ തീറ്റ സി ഈക്വൽ ടു കോസ് തീറ്റ ആർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ സൈൻ 90 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സൈൻ തീറ്റ സി എന്ന് പറയുന്നത് കോസ് തീറ്റ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ആർ ഈക്വൽ ടു N2 ബൈ N1 എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ് അല്ലേ. സൈൻ 90 എന്ന് പറയുന്നത് ഈക്വൽ ടു 1, സൈൻ തീറ്റ സി എന്നുള്ളത് കോസ് തീറ്റ ആർ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും, കോസ് തീറ്റ ആർ ഈക്വൽ ടു N2 മൈനസ് N1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്താണ്, സൈൻ തീറ്റ ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ എന്ന്. സൈൻ തീറ്റ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1√1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കോസ് സ്ക്വയർ തീറ്റ ആറിനെ ഇവിടെ കോസ് തീറ്റ ആറില്ല ഇതിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, √1 മൈനസ് N2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു N1 സൈൻ തീറ്റ ആർ അല്ലേ. ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഈക്വൽ ടു N1 സൈൻ തീറ്റ ആർ. അപ്പോൾ N1 ഇൻറ്റു √1 മൈനസ് N2 സ്ക്വയർ മൈനസ് N1 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും NA ഈക്വൽ ടു √N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ളത് √N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ വേറെ അടുത്തൊരു പാരാമീറ്റർ പഠിക്കുന്നത് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്നാണ്. ഫ്രാക്ഷൻ ഡിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്നാണ്. ഡെൽറ്റ എന്നത് റെപ്രസെൻ്റ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ എന്നുള്ളതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. N1 മൈനസ് N2 ബൈ N1 എന്ന് പറയുന്ന ഇതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ജനറലി എന്താ എൻ ടുവിൻ്റെ എൻ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി വെരി ക്ലോസ്, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ചെയ്തിട്ടാണ് എൻ ടു എൻ വണ്ണിൻ്റെ വാല്യൂസ് മാറ്റുന്നത്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മച്ച് ലെസ് ദാൻ 1, ജനറലി ഈക്വൽ ടു 0.01 ഒക്കെയാണ് നമുക്ക് കിട്ടാറ്. ബിക്കോസ് എൻ വണ്ണും എൻ ടു എന്ന് പറയുന്നത് വാല്യൂസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. നമുക്കറിയാം എന്ത്, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ എന്ത്, എൻ ഐ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു എൻ വൺ മൈനസ് എൻ ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് എൻ വണ്ണിൻ്റെ എൻ ടുവിൻ്റെ വാല്യൂസ് ആർ വെരി ക്ലോസ് ടു ഇച്ച്. എൻ വൺ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എൻ ടു ആയിരിക്കും ജനറലി ഒരു ഫൈബർ ഒപ്റ്റിക് കേസ്. നമുക്ക് എൻ വൺ പ്ലസ് എൻ ടുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു 2n1 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എൻ വൺ ഈസ് വെരി ക്ലോസ് ടു എൻ ടു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ വൺ പ്ലസ് എൻ ടുവിനെ 2n1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താ കിട്ടും, 2n1 ഇൻറ്റു എൻ വൺ മൈനസ് എൻ ടു എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ എൻ വണ്ണ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എൻ വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2n1 സ്ക്വയർ ഇൻറ്റു എൻ വൺ മൈനസ് എൻ ടു ബൈ എൻ വൺ. അപ്പോൾ ഈ ഒരു വാല്യൂ എന്താണ്, എൻ വൺ മൈനസ് എൻ ടു ബൈ എൻ വൺ എന്നുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എൻ ഐ ഈക്വൽ ടു എൻ വൺ ടൈംസ് 2√2 ഡെൽറ്റ എന്ന് കിട്ടും. ഇതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കേണ്ട, പ്രോബ്ലംസിലൊക്കെ ഉപയോഗം വരുന്ന ഒന്ന് ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, എൻ എ ഈക്വൽ ടു n1√2 ഡെൽറ്റ എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു പാരാമീറ്റർ പഠിക്കുന്നത് വി നമ്പർ എന്ന് പറയുന്നത്. വി നമ്പർ എന്ന് പറയുന്നത് വി ഡിഫൈൻ ഇറ്റ് ആസ് വി ഈക്വൽ ടു 2πa ബൈ ലാംഡ ടൈംസ് എൻ എന്നാണ്. വേർ എ ഈസ് ദ റേഡിയസ് ഓഫ് ദ കോർ. ലാംഡ എന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോർ. അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്ററിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 2a എന്ന് പറഞ്ഞ ഡയമീറ്റർ ആയിരിക്കും. വി വിൽ ബി പൈ ഡി by lambda into n, where d is the diameter of the core. So generally v number എന്ന് പറയുന്നത് if it is less than 2.405 it can support only one mode, single mode fiber എന്ന് പറയും. അതിലൂടെ ഒറ്റ മോഡ് മാത്രമേ കടന്നു പോകുള്ളൂ. സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയും. If v is greater than 2.405 it can support many modes and that kind of fibers are called multi-mode fibers. മോർ ദാൻ വൺ മോഡ് അതിലൂടെ കടന്നു പോകാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും, മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ മോഡ് എന്നുള്ള വേർഡ് ഓൾറെഡി ഇവിടെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. എന്താണ് മോഡ് ഓഫ് എ പ്രൊപ്പഗേഷൻ എന്താണ്, എന്താ പറയുക, ജനറലി നമ്മളിപ്പോൾ എന്താ പറയുക, അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ അകത്താണെങ്കിൽ പോലും ഇറ്റ് കനോട്ട് സപ്പോർട്ട് ഓൾ റേസ് ആർ നോട്ട് പെർമിറ്റഡ്. എ പെർട്ടിക്കുലർ ഡയറക്ഷൻ വിത്തിൻ ദ അക്സെപ്റ്റൻസ് ആംഗിൾ ആർ അക്സെപ്റ്റഡ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുന്നത് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് വിത്തിൻ ദ എന്താ പറയുക അക്സെപ്റ്റൻസ് ആംഗിൾ ആണെങ്കിൽ പോലും പെർട്ടിക്കുലർ ഡയറക്ഷൻ വിത്തിൻ ദ അക്സെപ്റ്റൻസ് ആംഗിൾസ് ആർ ഓൺലി അക്സെപ്റ്റഡ്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡ്സ് എന്താ പറയുക, വി നമ്പർ 2.405 can support only one mode, only one radiation can, അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ക്യാൻ സപ്പോർട്ട് ഓൺലി വൺ മോഡ്. അതിനാണ് സിംഗിൾ മോഡ് ഫൈബർ. വിയുടെ നമ്പർ ഗ്രേറ്റർ ദാൻ 2.405 ആണെങ്കിൽ ഇറ്റ് ക്യാൻ സപ്പോർട്ട് മിനി മോഡ്സ്. അതിന് മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്തൊക്കെയാണ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറാണ്. ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ തന്നെ എന്ത് ചെയ്യാം, സിംഗിൾ മോഡ് ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി മോഡ് ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ മോഡ് ഫൈബർ എന്താണെന്ന് സിംഗിൾ മോഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ സിംഗിൾ മോഡ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ കോർ എന്ന് പറയുന്നത് ഷുഡ് ബി വെരി തിൻ ആണെങ്കിൽ ഇറ്റ് വിൽ സപ്പോർട്ട് ഓൺലി സിംഗിൾ മോഡ് ത്രൂ ദ ഫൈബർ. അതിനാണ് നമ്മൾ എന്താ പറയുക, അതിന് പ്രത്യേക സിംഗിൾ അങ്ങനെയുള്ള ഫൈബറിന് നമ്മൾ പറയുന്നത് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് എ വെരി തിൻ കോർ. അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി തിൻ. ഇറ്റ് വിൽ ബി 1 to 10 മൈക്രോമീറ്റർ ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി സറൗണ്ടഡ് ബൈ എ വെരി തിക്ക് ക്ലാഡിംഗ് ഓഫ് 125 മൈക്രോമീറ്റർ. അതായത് വലിയ നല്ല തിക്കായിട്ടുള്ള ക്ലാഡിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ അകത്തൂടെ ഒരു സിംഗിൾ മോഡ് മാത്രം, ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. അതാണ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്നത്.
and it will have a very small core and a very thick cladding. പിന്നെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആൻഡ് ക്ലാഡിങ്, അത് എപ്പോഴും എന്തായിരിക്കണം, നമുക്ക് N1 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. അതിന് വേറെ പ്രത്യേകത എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആൻഡ് ക്ലാഡിങ് ആർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അതായത് N1 കോറിൻ്റെ വാല്യൂ N1 ആണെന്ന് വിചാരിക്കുക. N1 എന്തായിരിക്കും ത്രൂ ഔട്ട് ദ കോർ എന്തായിരിക്കും സെയിം ആയിരിക്കും. N1 വിൽ ബി സെയിം ത്രൂ ഔട്ട് ദ കോർ. N2 എന്ന് പറയുന്ന വാല്യൂ വിൽ ബി സെയിം ത്രൂ ഔട്ട് ദ ക്ലാഡിങ് എന്ന് പറയുന്നത് എപ്പോഴും N1 ഉം N2 ആണ് രണ്ടും സ്റ്റെപ്പ് പോലെയാണ്. അതായത് N1 കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് പോലെ എന്ത് ചെയ്യും അതിൻ്റെ വാല്യൂ ഓഫ് N2 വരെ. അതുകൊണ്ടാണ് നമ്മളിതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. അതായത് വാല്യൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് ആണ് അബ്രപ്റ്റ് ചേഞ്ച് ആയിരിക്കും. N1 കഴിഞ്ഞ് പെട്ടെന്ന് ക്ലാഡിങ് വരുമ്പോൾ അതിൻ്റെ വാല്യൂ ഒറ്റയടിക്ക് N2. അതുകൊണ്ടാണ് സ്റ്റെപ്പ് പോലെ മാറുന്നതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കണ്ട, ഇവിടെ N1 എന്നുള്ള വാല്യൂ ഉണ്ട്, ഒരു സ്റ്റെപ്പ് പോലെ എന്താ പറയുക N2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ N0 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. N0 അത് പുറത്ത് ഔട്ട്സൈഡ് N0 പിന്നെ എന്ത് ചെയ്യും നമുക്കൊരു N1 എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നു. പിന്നെ എന്ന് പറയുന്നു N2 എന്ന് പറയുന്ന ക്ലാഡിങ് വരുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് പോലെ N1 എന്ന് പറഞ്ഞാൽ കൂടെ. അതുകൊണ്ട് അതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത് അല്ലേ. നമ്മളത് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു N1 എന്ന് പറയുന്ന കോർ കിട്ടുന്നു. ഈ ഒരു ഏരിയയിൽ നമുക്ക് N2 എന്ന് പറയുന്ന ക്ലാഡിങ് കിട്ടുന്നു. പുറത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് ഔട്ട്സൈഡ് എയർ ആണ്. ഇപ്പോൾ N0 എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പോലെ, ഒരു രണ്ട് സ്റ്റെപ്പ് പോലെ നമുക്ക് വാല്യൂ കിട്ടുന്നതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇറ്റ് വിൽ ഹാവ് എ ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. സോ ഇറ്റ് പെർമിറ്റ്സ് ഓൺലി വൺ മോഡ്, നമ്മൾ കണ്ടതാണ്. ഇറ്റ് വിൽ ഹാവ് എ വെരി ലെസ് ലോസ് ഓഫ് എനർജി ആണ്. പിന്നെന്താ ദർ ഈസ് നോ പൾസ് ബ്രോഡനിങ് എഫക്റ്റ്, നോ ഇന്റർമോഡൽ ഡിസ്പെർഷൻ. അങ്ങനെ എന്താ പറയുക പൾസ് എന്ത് ചെയ്യും ജനറലി നമുക്ക് 2-3 മോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നു, വേറൊരു ലൈറ്റ് കുറച്ച് വേറൊരു ഇതിലാണ് പോകുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും രണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വ്യത്യാസം എന്താണ് നമ്മൾ ഇൻപുട്ടിൽ എന്താണോ കൊടുത്തത് അതിനൊക്കെ ഔട്ട്പുട്ടിലെത്തുമ്പോൾ ഒരു ബ്രോഡനിങ് സംഭവിക്കും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത് പൾസ് ബ്രോഡനിങ് എന്ന് പറയുന്നത്. പൾസ് ബ്രോഡനിങ് എഫക്റ്റ്. അപ്പോൾ സിംഗിൾ മോഡിൻ്റെ കേസിൽ ദർ വിൽ നോട്ട് ബി എനി പൾസ് ബ്രോഡനിങ് എഫക്റ്റ്. പിന്നെ എന്താണ് നമ്മളൊരു ഇതിന് ബുദ്ധിമുട്ട് എന്താണ് ഡ്യൂ ടു തിൻ കോർ കൺസ്ട്രക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ആർ വെരി ഡിഫിക്കൽട്ട്. നമ്മൾ വളരെ ചെറിയ കോർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും വളരെ ഡിഫിക്കൽട്ടാണ്. ബട്ട് ദേ ആർ വെരി ലെസ് എക്സ്പെൻസീവ് ആൻഡ് ദർ NA ആൻഡ് ഡെൽറ്റ വാല്യൂസ് ആർ സ്മോളർ അല്ല. അതിൻ്റെ അക്സെപ്റ്റൻസ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും സ്മോൾ ആവുന്നതുകൊണ്ട് തന്നെ ആ കോൺ സ്മോൾ ആവുന്നതുകൊണ്ട് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ളത് ഇറ്റ് വിൽ ബി സ്മോളർ വാല്യൂ. ഇനി എന്താ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഇറ്റ് വിൽ മൾട്ടി മോഡ് ഫൈബർ. ഇപ്പോൾ നമ്മൾ സിംഗിൾ മോഡ് ഫൈബർ പഠിച്ചെങ്കിൽ എന്ത് ചെയ്യും മൾട്ടി മോഡ് ഫൈബർ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് തന്നെ ആയിരിക്കും. അതിൻ്റെ വാല്യൂസ് മാറുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് മാറുന്ന സ്റ്റെപ്പ് പോലെ ആയിരിക്കും. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഹാവ് എ മൾട്ടിപ്പിൾ മോഡ്സ് അവൈലബിൾ. അപ്പം നേരത്തെ എന്ത് ചെയ്യും സിംഗിൾ മോഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു മൾട്ടിപ്പിൾ മോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയുന്നത്. കോർ ഡയമീറ്റർ എന്തെങ്കിലും കമ്പാരിറ്റീവ്ലി വെരി ലാർജ് ആയിരിക്കും കമ്പയർഡ് ടു സിംഗിൾ മോഡ് ഫൈബറിനെ അപേക്ഷിച്ച് ലാർജ് കോർ ഡയമീറ്റർ ഉണ്ടായിരിക്കും. നമ്മളെന്ത് ചെയ്യുക ഈ N1 ഗ്രേറ്റർ ദാൻ N2 എന്നുള്ള കണ്ടീഷനും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതൊക്കെ ഇറ്റ് വിൽ ബി സിമിലർ ടു ദ സിംഗിൾ മോഡ് ഫൈബർ. എന്ത് ചെയ്യും ഇൻഡെക്സ് പ്രൊഫൈൽ ഈസ് ഓഫ് ദ ഫോം സ്റ്റെപ്പ്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യും അതിന് ഇൻഡെക്സ് മാറുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്പ് ആയിരിക്കും. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ജനറലി എന്തായിരിക്കും കുറവായിരിക്കും കമ്പയർഡ് ടു സിംഗിൾ മോഡ് ഫൈബറിന്. ഇത് ബട്ട് ദേ ആർ easy to handle and they are expensive because of the thicker core വരുന്നത് they are little bit expensive compared to single mode fiber. അതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ഒരു നമ്മളിപ്പോൾ ഈ പറഞ്ഞ തന്നെ കമ്പാരിസൺസ് ആണ് സിംഗിൾ മോഡും മൾട്ടി മോഡും തമ്മിൽ. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ടാബുലർ ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് വായിച്ച് നോക്കിയാൽ മതി. ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി വൺ മോഡ്. മറ്റേത് കേസിൽ ഇറ്റ് ക്യാൻ ഹാവ് നമ്പർ ഓഫ് മോഡ്സ്, സ്മോളർ കോർ ഡയമീറ്റർ, ലാർജർ കോർ ഡയമീറ്റർ. The difference of refractive index and core and cladding is very small. The difference of refractive index is larger than the single mode fiber. എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക നോ മൾട്ടി മോഡൽ ഡിസ്പേർഷൻ അത് നമ്മൾ കണ്ടതാണ്. ബിക്കോസ് ഇറ്റ് ഹാവ് ഓൺലി വൺ മോഡ്, സോ ദർ വിൽ നോട്ട് ബി
multimodal dispersion. There is a multimodal dispersion because it has large number of modes അല്ലേ. അപ്പം എന്ത് ചെയ്യാം, രണ്ട് മോഡ് തമ്മിലുള്ള ഡിഫറെൻറ്റ് മോഡ്സിൻ്റെ ഡിസ്പേർഷൻ സംഭവിക്കില്ല. അപ്പോൾ ലൈറ്റിനൊക്കെ നമ്മൾ ഡിസ്പേർഷൻ സംഭവിക്കുന്നില്ല, അതുപോലെ എന്ത് ചെയ്യും മോഡ്സിൻ്റെ ഡിസ്പേർഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസുകൾ അത് ഒന്നെന്താണ്, ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഓൺലി വൺ മോഡ് ഈസ് പോസിബിൾ, മൾട്ടി മോഡ്സ് ആർ പോസിബിൾ. കോർ ഡയമീറ്റർ സ്മോൾ ആണ്, കോർ ഡയമീറ്റർ ലാർജ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ലാർജർ ആണ് മൾട്ടി മോഡിൻ്റെ കേസിൽ, മറ്റേത് കുറവാണ്. നോ മൾട്ടി മോഡൽ ഡിസ്പേർഷൻ, ഇവിടെ മൾട്ടി മോഡൽ ഡിസ്പേർഷൻ ഉണ്ട്. ഇനി അടുത്തൊരു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഗ്രേഡഡ്. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറാണ്. സിമിലർലി നമുക്ക് എന്താ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത എന്താണ്, ഗ്രേഡഡ് ഫൈബേഴ്സിൽ നമുക്കിപ്പോൾ ഒരു എയർ വന്നു, ദെൻ വി ഹാവ് എ ക്ലാഡിങ് വിച്ച് ഹാവ് എ കോൺസ്റ്റൻറ്റ് എൻ വാല്യൂ. പക്ഷേ കോറിൻ്റെ അകത്ത് എൻ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാജുവലി ചേഞ്ചിങ് ആണ്. ഓക്കെ, ഗ്രാജുവലി ചേഞ്ചിങ്. അപ്പം ലൈറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു സംഭവിച്ചത്, പോയിട്ട് ജംഗ്ഷനിലെത്തുമ്പോൾ അവിടുന്ന് ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യും, ഇത് ഗ്രാജുവലി ചേഞ്ചിങ് എന്താകുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ലൈറ്റ് വിൽ ബെൻഡ് ഇൻസൈഡ് ദ കോർ, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് പോകും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് സെൻട്രൽ നിന്നും പുറത്തോട്ട് ക്ലാഡിങ്ങിലോട്ട് പോകുമ്പോൾ അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, കുറഞ്ഞ് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് ഇവിടുന്ന് പോകുമ്പോൾ ഇറ്റ് വിൽ അണ്ടർഗോ ബെൻഡിങ്. ഓക്കെ, ഈ ടോട്ടലിൻ്റെ റിഫ്ലക്ഷൻ പകരം ഇത് എന്ത് ചെയ്യും, ഇതിനകത്ത് ബെൻഡ് ചെയ്ത് പോകും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുക ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഇവിടെയും N2 എന്ന് പറയുന്ന വാല്യൂ N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കും. ബട്ട് N1 ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇത് ഗ്രാജുവലി ചേഞ്ചിങ് ആയിട്ടുള്ള ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ലൈറ്റ് റേസ് ആർ ട്രാവലിംഗ് ഇൻ എ സ്മൂത്ത് പാരാബോളിക് പാത്ത്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാരാബോളിക് പാത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇതിന് പ്രോപ്പർട്ടി എന്താണ്, ദിസ് ആർ ഹൈ ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, ദർ ഈസ് എ പീരിയോഡിക് സെൽഫ് ഫോക്കസ്. പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്യും, സെൽഫ് ഫോക്കസിങ് എന്തെങ്കിലും ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് പ്രവർത്തനമെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരിയോഡിൽ അത് ലൈറ്റ് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. പീരിയോഡിക് സെൽഫ് ഫോക്കസിങ് ആയിരിക്കും. ഈസി ഹാൻഡ്ലിംഗ് ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് ഓഫ് ഗ്രേഡഡ് ഇൻഡെക്സ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചറും ഡെൽറ്റ ആർ സ്മോൾ ആർ ഹയർ ആണ്. അതുപോലെ തന്നെ വി ഹാവ് എ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു അറ്റ്യൂനേഷൻ എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു ജസ്റ്റ് കമ്പാരിസൺ ആണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അഗെയിൻ എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വായിച്ച് നോക്കാൻ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഉപയോഗം വരും. ഇനി എന്ത് പറയുന്നു, നമ്മൾ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് അടുത്ത ടോപ്പിക്. ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ് എന്ത്, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പാർട്ട് വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ത് വരുന്നില്ലേ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ത്രൂ എ ഗൈഡഡ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഗൈഡഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ജസ്റ്റ് അതിൻ്റെ പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്സുകൾ എന്തൊക്കെയായിരിക്കും, ഒരു ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ട എന്താ പറയുക പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു റിസീവർ ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് ഒരു ഇൻഫർമേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് എന്താ പറയുക നമ്മുടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിന് ഇൻഫർമേഷൻ ഒരു ചാനൽ ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് പോകുന്നത്. നമ്മൾ വളരെ സിമ്പിളാണ്. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, ഒരു ഇൻഫർമേഷൻ ചാനൽ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഒപ്റ്റിക്കൽ സിഗ്നൽ. നമ്മൾ ജനറലി നമുക്കെല്ലാം എന്തായിരിക്കും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് കിട്ടുന്നത്. ഈ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, അതിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ദെൻ വി ഹാവ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ചാനൽ. ജനറലി എന്തെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടായിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് പാത്ത് ഓർ പാസേജ് ഓഫ് ദ ട്രാൻസ്മിറ്റ് ദ ഒപ്റ്റിക്കൽ സിഗ്നൽ. ഒപ്റ്റിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പാത്ത്, അതാണ് നമുക്ക് എന്താ പറയുന്ന ഇൻഫർമേഷൻ ചാനലായിട്ടുള്ളത്. Then we have a receiver. That receiver receives the optical signal and converts to electrical signal. കുറച്ചും കൂടെ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ബ്രോഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ നമ്മൾ കോമ്പണൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക നേരത്തെ കേസിൽ ഒരു ട്രാൻസ്മിറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ സബ് പാർട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദർ ഈസ് എ മെസ്സേജ് ഒറിജിൻ
there is a modulator, there is a carrier source, then there is an input channel coupler, then an information channel, then output channel coupler, a detector, a signal processor, and then a message output. ഒരു മെസ്സേജ് ഒറിജിനിൽ നിന്ന് ഒരു മെസ്സേജ് ഔട്ട്പുട്ട് വരെ എത്തുന്ന ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ക്വിക്കായിട്ട് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു മെസ്സേജ് ഒറിജിൻ എന്താണ്? ഇറ്റ് കൺവേർട്സ് ഓൾ നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിവിടുന്ന് സൗണ്ട് സിഗ്നൽസ് ആയിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ചെയ്യും, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ അത് പിക്ചർ ഫോമിലായിരിക്കും. അതിനെ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള എന്താ പറയുക, ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺവേർട്സ് ഓൾ നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ ടു ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതിനാണ് നമ്മൾ മെസ്സേജ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി മോഡുലേറ്റർ എന്ത് ചെയ്യും? മോഡുലേറ്റർ വിൽ ഇമ്പോസ് മെസ്സേജ് ഓൺ എ കാരിയർ വേവ്. അപ്പം നമ്മളുടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് നമ്മളുടെ മെസ്സേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാരിയറിനകത്തോട്ട് ഇമ്പോസ് ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള ഇമ്പോസിംഗ് ഉണ്ട്, അനലോഗ് മോഡുലേഷനും ഡിജിറ്റൽ മോഡുലേഷനും. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മോഡുലേഷനും. ഇനി നിങ്ങൾ വരും ക്ലാസ്സുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മോഡുലേഷൻ ടെക്നിക്സും ഒക്കെ പഠിക്കും. നിങ്ങൾ ഇലക്ട്രിക്കൽ ഇതിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. പിന്നെ എന്താണ്, നമുക്ക് ഈ മോഡുലേറ്റഡ് സിഗ്നലിന് അതുപോലെ ഒരു കരിയർ സോഴ്സ് വേണം. നമ്മൾ എന്ത് ചെയ്യും, ഒരു കരിയർ സോഴ്സ്. കരിയർ സോഴ്സ് എന്തായിരിക്കും? നമ്മളുടെ ഈ കേസിൽ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ കേസിൽ ദാറ്റ് വിൽ ബി ലൈറ്റ് വേവ്സ് ആയിരിക്കും അല്ലേ. ലൈറ്റ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ LED ലൈറ്റ്സുകളായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലേസർ ലൈറ്റുകളായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ കരിയർ സോഴ്സ് വരുന്നത്. പിന്നെ എന്താണ്, ഒരു ഇൻപുട്ട് ചാനൽ കപ്ലറാണ്. സോ ഇറ്റ് ഡയറക്ട്സ് ദ മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സ് ഇൻ ടു ദ ഇൻഫർമേഷൻ ചാനൽ. എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈറ്റിനെ, ഈ മോഡുലേറ്റഡ് ലൈറ്റിനെ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ഡയറക്ട് ടു ദ ഇൻഫർമേഷൻ ചാനൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ചാനൽ എന്ന് പറയുന്നത് നമ്മളുടെ ലോങ് ഒപ്റ്റിക് ഫൈബേഴ്സ് ആണ്. ദാറ്റ് വിൽ ബി ദ ഫാദർ പാസേജ് ടു ദ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ. പിന്നെ എന്ത് ചെയ്യണം നമുക്ക്, അപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഔട്ട്പുട്ടിലെത്തുന്നു. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ചാനൽ കപ്ലർ വേണം. ഇറ്റ് ഡയറക്ട്സ് ദ മോഡുലേറ്റഡ് ലൈറ്റ് സിഗ്നൽസ് ഫ്രം ദ ഇൻഫർമേഷൻ ചാനൽ ടു ഡിറ്റക്ടർ. എന്ത് ചെയ്യുന്നു, ഈ ഡിറ്റക്ട് എന്ത് ചെയ്യുക, ഈ വരുന്ന ഔട്ട്പുട്ട് ചാനലിൽ നിന്നും ഡിറ്റക്ടറിലേക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇതിനാണ് ഔട്ട്പുട്ട് ചാനൽ കപ്ലർ. ഇൻപുട്ട് ചാനൽ കപ്ലർ ചെയ്യുന്ന അതേ ജോലി തന്നെ ഔട്ട്പുട്ട് ചാനൽ കപ്ലർ എന്ത് ചെയ്യും, ഇൻപുട്ട് ചാനൽ കപ്ലർ അതിനെ ഡയറക്റ്റ് ദ ഇൻഫർമേഷൻ ചാനലിലോട്ടാണെങ്കിൽ ഇതിൻ്റെ കേസിൽ ഇൻഫർമേഷൻ ചാനലിൽ നിന്നും നമ്മൾ ഡിറ്റക്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ജോലിയാണ് ഔട്ട്പുട്ട് ചാനൽ കപ്ലർ എന്ന് പറയുന്നത്. ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഡിറ്റക്ടർ ഡിറ്റക്ട്സ് ആൻഡ് സെപ്പറേറ്റ് ദ മെസ്സേജ് ഫ്രം ദ മോഡുലേറ്റഡ് സിഗ്നൽ. അല്ലെ, സിഗ്നലിനെ എന്ത് ചെയ്യുക, ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. നമ്മളിവിടെ കമ്പൈൻ ചെയ്തതിനെ സെപ്പറേറ്റ് ചെയ്യും. ദെൻ ദ സിഗ്നൽ പ്രോസസ്സിംഗ് ഫിൽറ്റേഴ്സ് ഔട്ട് ദ റിക്വയർഡ് ഫ്രീക്വൻസി. എന്താണോ നമ്മുടെ ഇൻഫർമേഷനെ അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്യുന്ന പണിയാണ് സിഗ്നൽ പ്രോസസ്സിനുള്ളത്. ദെൻ എന്ത് ചെയ്യും, അതിൽ നിന്നും നമ്മുടെ ഒറിജിനൽ ഔട്ട്പുട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് മെസ്സേജ് ഔട്ട്പുട്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജ് ഉണ്ടാക്കിയിട്ട് അതിനെ മോഡുലേഷന് എന്നത് കരിയർ ലൈറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡുലേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ ചാനൽ വഴി ആ ഡിറ്റക്ടറിലോട്ട് എത്തുന്നു. ഡിറ്റക്ടറിൽ നിന്ന് സിഗ്നൽ പ്രോസസ്സിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അതെന്താ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദിസ് എക്സ്ട്രീംലി വൈഡ് ബാൻഡ് ഗ്യാപ്പ്. അല്ലെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു ഇറ്റ് ക്യാൻ ആക്ച്വലി ഹാവ് എ ഗ്രേറ്റർ വോളിയം ഓഫ് ഇൻഫർമേഷൻ. അതായത് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇത്രയും ടൈംസ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ നമ്മളതിൻ്റെ സൈസ് നോക്കിയാൽ ഇറ്റ് ഹാവ് സ്മോളർ ഡയമീറ്റർ ആൻഡ് ലൈറ്റർ വെയിറ്റ്. സോ ഇറ്റ് ഈസ് ഈസി ഹാൻഡ്ലിംഗ് ആണ്. മൂന്നാമത്തെ എന്താണ്, ലാക്ക് ഓഫ് ക്രോസ് ടോക്ക് ബിറ്റ്വീൻ ദ പാരലൽ ഫൈബർ. അപ്പോൾ രണ്ട് ഫൈബറുകൾ നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നിൽ നിന്നുള്ള ലൈറ്റ് ഒരിക്കലും മറ്റേതിലോട്ട് ലീക്കായിട്ട് പോകില്ല. നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ലീക്ക് ആവില്ല. പക്ഷേ ഒപ്റ്റിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യും, ഒരിക്കലും അത് ലീക്കായിട്ട് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ക്രോസ് ടോക്ക് എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസിനുള്ള വേറെ നമ്മളിപ്പോൾ ഇലക്ട്രിക് കോപ്പർ വയറിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നം എന്താണ്, ഇറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ഇറ്റ് വിൽ നോട്ട് ഹാവ് ദാറ്റ് ഇൻ്റർഫിയറൻസ്. സോ ഇറ്റ് ഹാസ് ആൻ ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. പിന്നെന്താണ്, എന്താ പറയുക, നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രശ്നമില്ലാത്തതുകൊണ്ട് ദർ ഈസ് നോ ഇലക്ട്രിക് ഷോക്കൊന്നും ഏൽക്കില്ല നമുക്ക് ഒരിക്കലും. ഇറ്റ് ഹാവ് ആൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്ന് പറയാം. പിന്നെ
നമ്മളെന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ, ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്ക വെച്ചിട്ടാണ്, ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിലിക്ക ഈസ് വെരി അബണ്ടൻ്റ് ഇൻ നേച്ചർ. വളരെ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്, സിലിക്കയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ലോ കോസ്റ്റ് മെറ്റീരിയൽ. Since there is no electricity conduction, it is safer also. And then it has a low transmission loss. Loss വളരെ കുറവാണ്, 0.1 dB per kilometer ആണ് ലോസ് ഉള്ളത്. പിന്നെ സെക്യൂരിറ്റി നമുക്ക് എന്താ, സിൻസ് ദർ ഇസ് നോ ഇൻ്റർഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ, അതിൻ്റെ അകത്തുള്ള സിഗ്നൽസിനെ നമുക്ക് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഒബ്റ്റൈൻ വിത്തൗട്ട് ഫിസിക്കലി ഇൻക്ലൂഡിങ് ദം. നമുക്ക് ഫിസിക്കലി അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിച്ചിട്ട് മാത്രമേ അതിൻ്റെ സിഗ്നൽസ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഫിസിക്കൽ ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും നമ്മുടെ ഇൻഫർമേഷന് എന്ത് ചെയ്യുക, ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് അവർ ഫിസിക്കലി അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സിഗ്നൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പിന്നെ എന്താണ് വേറൊരു എന്താണ്, ഇറ്റ് ഹാസ് എ ലോങ്ങർ ലൈഫ് സ്പാൻ, ഓൾമോസ്റ്റ് 30 years ഓഫ് ലൈഫ് സ്പാൻ ഉണ്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്. പിന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ്, ഈസി മെയിൻ്റനൻസ് ആണ്, അതുപോലെ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് വെരി സ്ട്രോങ് ആണ്. ഇനിയാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ് ആണ്. എങ്ങനെയാണ് ഒരു സെൻസർ ഉള്ളത്? സെൻസേഴ്സ് ആണ് വി ക്യാൻ സെൻസ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഡിസ്പ്ലേസ്മെൻറ്റ്, ലിക്വിഡ് ലെവൽ, ഇലക്ട്രിക്കൽ കറണ്ട്, ഇങ്ങനെയുള്ള എന്താ പറയുക ഡിഫറെൻറ്റ് അതിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. It is based on the modulation of light takes place when light is transmitted through an optical fiber subjected to physical contact. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ ഫൈബറിലൂടെ കടത്തി വിടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ചെയ്താൽ ടെമ്പറേച്ചർ സെൻസറിലാണ് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ സി ആസ് എ സിഗ്നൽ മോഡുലേഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിൽ മോഡുലേഷൻ സംഭവിക്കും. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുത്ത എന്ത് ചെയ്യാം, നമ്മൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. There are two kinds of sensors. One is passive sensor, that is the modulation of light takes place outside the sensor. രണ്ടാമത്തേതാണ് ആക്റ്റീവ് സെൻസർ, മോഡുലേഷൻ ഓഫ് ലൈറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഫൈബർ. അങ്ങനെ ആക്റ്റീവായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് സെൻസേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റൻസിറ്റി മോഡുലേറ്റർ ഉണ്ട്, ഫേസ് മോഡുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പോളറൈസേഷൻ മോഡുലേറ്റർ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് മോഡുലേഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്ന് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസേഴ്സും പിന്നൊന്ന് ഫേസ് മോഡുലേറ്റഡ് സെൻസേഴ്സും. അപ്പോൾ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ ആകുമ്പോൾ എന്താണ്, വേരിയേഷൻ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്, എന്താ പറയുക, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എത്രത്തോളം മാറുന്നു എന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ ഒരു പ്രഷർ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അതിനകത്തൂടെ നമ്മൾ ലൈറ്റ് സെൻഡ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോ പ്രഷർ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ലൈറ്റ് ക്യാൻ ഈസിലി പാസ് ത്രൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ദർ ഈസ് നോ പ്രഷർ, നോ ബെൻഡിങ് ഓഫ് ദ എന്താ പറയുക ഒപ്റ്റിക്കൽ ഫൈബർ, ദർ ഈസ് നോ ലീക്കേജ് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്ത് നമുക്ക് പ്രഷർ 0 കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് സ്ലൈറ്റ്ലി ഹൈ ഒരു പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദർ വിൽ ബി ബെൻഡിങ് ഓഫ് ദ എന്ത് ചെയ്യുന്നു, ബെൻഡിങ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. അങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ലീക്കേജ് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിലെ ഇൻറ്റൻസിറ്റി കുറയുന്നു. സോ ഇൻറ്റൻസിറ്റി വേരിയേഷനെ മെഷർ ചെയ്തിട്ട് വി ക്യാൻ ആക്ച്വലി സെൻസ് ദ പ്രഷർ. വാട്ട് ഈസ് ദ പ്രഷർ അപ്ലൈ ചെയ്തത്, പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇതിന് ബെൻഡിങ്ങിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ലൈറ്റ് ലീക്കേജിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി വേറെ എന്താണ്, ഫേസ് മോഡുലേറ്റഡ് സെൻസറാണ്. ഫേസ് മോഡുലേറ്റഡ് സെൻസർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, രണ്ട് ലൈറ്റുകൾ നമ്മൾ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ഫൈബർ എടുക്കുന്നു, രണ്ട് ഫൈബറിലൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടും ഒരേപോലത്തെ ലൈറ്റുകളാണ് നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് ലൈറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ, അത് ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഫേസ് ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫേസ് ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസ് ഡിപ്പെൻഡ്സ് upon the ലെങ്ത്, ഡയമെൻഷൻ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എന്ത് ചെയ്യുക, ലെങ്ത്തോ ഡയമെൻഷനോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ ഒരു ഫൈബറിൻ്റെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫേസ് ചേഞ്ച് സംഭവിക്കും. സോ ലെങ്ത് ഈസ് മോഡുലേറ്റഡ് ബൈ തെർമൽ എക്സ്പാൻഷനോ
അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ പ്രഷറോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വൺ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ there will be a phase change that we can determine by the interference pattern. അപ്പോൾ phase change is determined using the interferometric techniques. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ഇങ്ങനെ എന്താ പറയുക രണ്ട് ആമുകൾ ഉണ്ടായിരിക്കും. ഒന്ന് റെഫറൻസ് ആം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക സെൻസർ ആം ഉണ്ടായിരിക്കും. അപ്പോൾ സെൻസർ ആമിൽ നമ്മൾ നോ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഹൈ പ്രഷറോ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇതിന് ലെങ്ത്തിലോ അല്ലെങ്കിൽ ഷേപ്പിലോ ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യും ദർ വിൽ ബി ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെയുള്ള ഫ്രിഞ്ചസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഫ്രിഞ്ചസിലുള്ള മാറ്റം ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ അപ്ലൈ ചെയ്ത പ്രഷർ എത്രയാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് ഓപ്റ്റിക്കൽ സെൻസറിൻ്റെ അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദേ ആർ വെരി ഹൈലി റിലയബിൾ, അക്യുറേറ്റ് ആൻഡ് സെൻസിറ്റീവ് ആണ്. എന്താ പറയുക നമ്മൾ ഒപ്റ്റിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എന്താ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ആൻഡ് ദേ ആർ വെരി റിലയബിൾ. ദേ ആർ വെരി ലൈറ്റ്, സിമ്പിൾ ചീപ്പ് ആൻഡ് ഈസിയർ ഫോർ ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ്. എന്ത് ചെയ്യുക നമുക്ക് എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ ടോപ്പ് ടെക്നിക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻസേഴ്സാണ് ഇതെല്ലാം. അങ്ങനെ എന്ത് ചെയ്യുക നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുന്ന കുറേ അഡ്വാൻറ്റേജസ് ആണ്. എന്താ പറയുക നമുക്ക് ഈ എന്താ പറയുക നമ്മളുടെ ഫൈബർ ഒപ്റ്റിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ നാനോ ടെക്നോളജി പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് മെയിനായിട്ട് വരുന്നത് മെഡിക്കൽ ഫീൽഡിൽ നമ്മളിപ്പോൾ ഇൻറ്റേർണൽ സർജറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ എന്താ പറയുക കീ ഹോൾ സർജറി എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈബർ ഉപയോഗിക്കുന്നുണ്ടല്ലേ. നമ്മളൊരു ഫൈബറിൻ്റെ ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനും നമ്മൾ ഇൻറ്റേർണൽ ഒരു സർജറി ഒരു കീ ഹോൾ സർജറി നടത്തണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്താ പറയുക ഒരു ഫൈബർ കേബിൾ കൂടെ ഒരു ടോർച്ച് പോലെ ലൈറ്റ് അടിക്കും. എന്നിട്ട് എന്താ പറയുക ആ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് എന്താ പറയുക സർജറികൾക്കും കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്രയും രീതിയിൽ നമുക്ക് ഉപയോഗങ്ങളുണ്ട്. സോ അതിൻ്റെ എന്താ പറയുക കുറച്ച് ലിസ്റ്റുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബ്ലഡ്ലെസ് സർജറി, സ്റ്റോപ്പ് ഇൻറ്റെസ്റ്റൈൻ ബ്ലീഡിങ്, പിന്നെ എന്താ പറയുക എക്സാമിൻ ഹാർട്ട് ചേമ്പേഴ്സ്, ലങ്സ്, ഇൻറ്റെസ്റ്റൈൻ, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഇതൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഇതിന് മൊത്തം എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഫൈബർ ടെക്നോളജി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ മെയിനായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ അഡ്വാൻറ്റേജസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നോ പോസിബിലിറ്റി ഓഫ് ക്രോസ് ടോക്ക്, അതുപോലെ തന്നെ ഹയർ ബാൻഡ് വിഡ്ത്ത്, ഹൈ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ടെക്നിക്കലിൻ്റെ ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹയർ ലൈഫ് സ്പാൻ എവറിത്തിങ് എന്താ പറയുക നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ട് എന്ത് ലിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ഞാനത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ന് എന്താ പറയുക നമ്മുടെ നോർമൽ കോപ്പർ വയർ കമ്മ്യൂണിക്കേഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എയർക്രാഫ്റ്റ്സിലാണെങ്കിലും ടാങ്ക്സിലും ഷിപ്സിലും സബ്മറീൻസിലും എല്ലാം പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മിലിറ്ററി ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയിലോട്ട് പോവുകയാണെങ്കിൽ ഹാസ് മെനി ആപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലുള്ള എന്താ പറയുക ഒരുപാട് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, വളരെ സിമ്പിളാണ്. എന്താ പറയുക ഓരോ മേഖലയിലും ഓരോ ഇൻഡസ്ട്രിയൽ മേഖലയിലും എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറും അതിൻ്റെ കമ്മ്യൂണിക്കേഷനും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. പക്ഷേ നമ്മളുടെ ആപ്ലിക്കേഷൻസിന് ഒരു ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ഇനി എന്താണ് തേർഡ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സിൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സിൽ
എങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാമെന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് വളരെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സംഭവിക്കുന്ന അറ്റിന്വേഷൻ എന്താണ്. അറ്റിന്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ നമ്മൾ എന്താ പറയുക, സൗണ്ട് വേവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ അൾട്രാസോണിക്സ് പഠിച്ച സമയത്ത് എന്താണ് അറ്റിന്വേഷൻ എന്ന് പറയുന്നത്? അറ്റിന്വേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് എന്നല്ലേ. അറ്റിന്വേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അതുപോലെ തന്നെയാണ് ഫൈബറിൽ സംഭവിക്കുന്ന അറ്റിന്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈറ്റ് എന്താ പറയുക, നമ്മൾ സൗണ്ടിൻ്റെ കേസിൽ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അൾട്രാസോണിക് സൗണ്ട് ആയിരുന്നെങ്കിൽ ഈ കേസിൽ നമ്മൾ അറ്റിന്വേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ആൽഫ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മളിവിടെ പറയുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 10/L log Pi/P0. ആൽഫ ഈക്വൽ ടു 10/L log Pi/0. Pi എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻപുട്ട് പവർ, P0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഔട്ട് പവർ, ഇൻപുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പവർ, ആൻഡ് L ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, അല്ലെങ്കിൽ നമ്മൾ ഫൈബറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് അതിലാണ് നമ്മൾ എന്താ പറയുന്നത് L എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലൈറ്റ് എന്ന L വരെ, അല്ലെങ്കിൽ അതായിരിക്കും എന്ത് ഫൈബറിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന L ആയിരിക്കും. ഫോർ ആൻ ഐഡിയൽ ഫൈബർ എന്തായിരിക്കും ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. തീരെ എന്താ പറയുക അറ്റുനേഷനായി സംഭവിക്കുന്നത് നമ്മൾ എത്രയാണോ ഇൻറ്റൻസിറ്റി കൊടുത്തത് അത്രത്തിന് ഇൻറ്റൻസിറ്റി പുറത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ദർ ആൽഫ ഈക്വൽ ടു 0 ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ Pi/P0 ഈക്വൽ ടു 1. അപ്പോൾ log 1 എന്നുള്ള 0 എന്നുള്ള വാല്യൂ. ബട്ട് യൂഷ്വലി അറ്റുനേഷൻ ഓഫ് ദ ഫൈബർ ഈസ് 3 dB/km. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഫൈബർ ഒപ്റ്റിക് ചാപ്റ്റർ. ഫൈബർ ഒപ്റ്റിക് ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എന്താ പറയുക, നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കണമെന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോയും കാണുക. അതുപോലെ തന്നെ ഞാനിതിൻ്റെ നിങ്ങൾക്കിതിൻ്റെ PPT ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് നല്ല വൃത്തിയായിട്ട് വായിച്ച് നോക്കുക.